ഹലോ അഭിലാഷ്. നമുക്ക് കഴിഞ്ഞ തവണ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ കാരണം മുടങ്ങിപ്പോയ ചർച്ച കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ സംസാരിച്ചു വന്ന വിഷയം ഓസ്ട്രിയൻ എക്കണോമിക്സിനെ പറ്റിയായിരുന്നു അല്ലെ. ഓസ്ട്രിയൻ എക്കണോമിക്സും പിന്നെ മെയിൻ സ്ട്രീം എക്കണോമിസ്റ്റുകളും തമ്മിലുള്ള ഡിഫറൻസസും എന്തുകൊണ്ട് ഓസ്ട്രിയൻ എക്കണോമിസ്റ്റ് ഒരു മെയിൻ സ്ട്രീം എക്കണോമിസ്റ്റ് ആയി മാറുന്നില്ല, അത് അതിന്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ആ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കുന്നു ഇത്തവണ. വിഷ്ണു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയും. ബേസിക്കലി ഓസ്ട്രിയൻ എക്കണോമിക്സും മെയിൻ സ്ട്രീം എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന്റെ മെത്തഡോളജിയിലാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു എന്തുകൊണ്ടാണ് എന്ത് മെത്തഡോളജിയാണ് എക്കണോമിക്സിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എന്ന്. അപ്പം ഓസ്ട്രിയൻസ് പറയുന്നത് അത് ബേസിക്കലി നമുക്ക് രണ്ട് രീതിയിൽ മെഷർ ചെയ്യും. രണ്ട് തരത്തിലുള്ള മെത്തഡോളജീസ് ആണ് പ്രിഡോമിനന്റ് ആയിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് പോസ്റ്റീരിയോറി ആയിട്ടുള്ള മെഷർമെന്റ്, അതായത് എംപിരിക്കൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഒരു കാര്യത്തിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെ അതിനു വേണ്ടിയുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിലെന്താണോ നമ്മൾ കാണുന്നത് അത് വെച്ച് അതിനുള്ള നിഗമനം കൊണ്ട് നമ്മൾ നമ്മുടെ ഹൈപ്പോസിസ് ശരിയാണോ തെറ്റാണോ എന്ന് വാലിഡേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്. ഇതാണ് ബേസിക്കലി നാച്ചുറൽ സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള സയൻസുകളിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തഡാണ് ഈ എംപിരിസിസം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നാച്ചുറൽ സയൻസിന്റെ മേഖലയിൽ. പക്ഷേ അതിന്റെ പ്രശ്നം വരുന്നത് നാച്ചുറൽ സയൻസിൽ സക്സസ് ആയെന്ന് കരുതി ഇത് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അത് എക്കണോമിക്സിലേക്ക് വരുമ്പം അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് ഓസ്ട്രിയൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എക്കണോമിക്സിലും സക്സസ്ഫുൾ ആവും എന്ന് വാദിക്കുന്ന ആളുകളാണ് മെയിൻ സ്ട്രീം എക്കണോമിസ്റ്റുകൾ. അപ്പം അതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമിക്സിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് എന്ന് പറയുന്ന സംഗതി പോസിബിൾ അല്ല. എക്കണോമിക്സിൽ യാതൊരു കോൺസ്റ്റന്റ് ഇല്ല. നമ്മളിപ്പോ ഫിസിക്സ് ആയാലും കെമിസ്ട്രിയിലായാലും ഇപ്പം പലതരത്തിലുള്ള ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫോം ചെയ്യാം. ഇപ്പൊ പ്രഷറും വോളിയം ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കെമിസ്ട്രിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. യൂണിവേഴ്സൽ ഗ്യാസ് ലോ എന്ന് പറഞ്ഞു, PV = nRT എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പലതരത്തിലുള്ള ഇക്വേഷൻസ് ഫോം ചെയ്യാൻ വേണ്ടി കഴിയും. അത് നമ്മൾ എങ്ങനെ ഫോം ചെയ്ത് വെച്ചിട്ട് പ്രഷറും വോളിയവും ടെമ്പറേച്ചറും എല്ലാം ഒരു പർട്ടിക്കുലർ രീതിയിൽ പർട്ടിക്കുലർ കണ്ടീഷനിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിന്റെ തമ്മിലുള്ള റിലേഷൻസ് കണ്ടുപിടിച്ചിട്ടാണ് ഓരോ ശാസ്ത്രജ്ഞന്മാർ അത് കണ്ടുപിടിച്ചത്. അപ്പൊ അതിലൊക്കെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓരോ കോൺസ്റ്റന്റുകൾ ഉണ്ടാവും. അപ്പൊ പലതരത്തിലുള്ള കോൺസ്റ്റന്റുകൾ നമുക്ക് സയൻസിൽ കാണാൻ വേണ്ടി കഴിയും അല്ലെ. നമുക്ക് E = mc², അല്ലെങ്കിൽ PV = nRT, അങ്ങനെ ഏത് ഇക്വേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു റിലേഷൻ നമുക്ക് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും നാച്ചുറൽ സയൻസ്. പക്ഷെ എക്കണോമിക്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ യാതൊരു കോൺസ്റ്റന്റും എക്കണോമിക്സിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിലേഷനും എക്കണോമിക്സിൽ കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒബ്സർവ് ചെയ്യണം. ഇപ്പം നാളെ നമ്മുടെ നാട്ടില് ഉരുളക്കിഴങ്ങിന്റെ വില ഒരു 10% കൂടി, ഉരുളക്കിഴങ്ങിന്റെ സപ്ലൈ ഒരു 10% കുറഞ്ഞപ്പം അതിന്റെ വില ഒരു 5% കൂടിയെന്ന് വിചാരിക്കാം. അപ്പം അത് അവിടെ പറയുന്നത് ബേസിക്കലി ഉരുളക്കിഴങ്ങ് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഉരുളക്കിഴങ്ങിന്റെ സപ്ലൈ 10% കുറഞ്ഞപ്പോൾ 5% കൂടിയെന്ന് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ. അല്ലാതെ അത് വെച്ചിട്ട് നമുക്ക് വേറെ എല്ലാ സ്ഥലത്തും അങ്ങനെ ആയിരിക്കുന്നു, അല്ലെങ്കിൽ നാളെ ഈ സ്ഥലത്ത് ഇനി ഭാവിയിലും അങ്ങനെ ആയിരിക്കുന്നു ഒന്നും ഒരിക്കലും ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല. അത് ജസ്റ്റ് ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആയിട്ട് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ ആ ഒരു ഒബ്സർവേഷൻ, അങ്ങനെയുള്ള ഒബ്സർവേഷൻസ് നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ഒരു തിയറി ഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് എക്കണോമിക്സിലുള്ള പ്രശ്നം. അത് പറ്റാത്തതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമിക്സിൽ ഈ പറഞ്ഞ പോലെ ഒരു കോൺസ്റ്റന്റ്, യാതൊരു തരത്തിലുള്ള കോൺസ്റ്റന്റുകളും ഇല്ല. മാത്രമല്ല എക്കണോമിക്സ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇന്ററാക്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പം നമ്മൾ മനുഷ്യനെ പറ്റിയിട്ട് ഡീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യന്മാരെ പറ്റി ഡീൽ ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് ബിഹേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരിക്കലും അത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു കല്ലിനെ അല്ലെങ്കിൽ ഒരു ടെന്നീസ് ബോളിലൊക്കെ നമ്മൾ മുന്നോട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്ര വെലോസിറ്റിയിൽ നമ്മൾ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകും എന്നുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളിപ്പോ ഒരു മനുഷ്യനെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഉന്തിടാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം അയാൾ അതിനനുസരിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് അയാൾ അതിന് ഒരു റെസ്പോണ്ട് ചെയ്യും, അതിനെതിരെ നമ്മളുടെ പ്ലാൻ എന്തെങ്കിലും നിൽക്കും. അപ്പം ബേസിക്കലി നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ഒരു സാധനം ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്ന എക്കണോമിക്സിന്റെ കേസിൽ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ കേസിൽ ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നേരെ മറിച്ച് നാച്ചുറൽ സയൻസിലും ഇതിലൊക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല അതിലൊരു കൺട്രോൾഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് പോസിബിൾ ആണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ബേസിക്കലി ഈ എക്സ്പെരിമെന്റ് ഉപയോഗിച്ചുള്ള മെത്തേഡ് അല്ലെങ്കിൽ
എന്താ പറയുക, എംപിരിസിസം ഈ എക്കണോമിക്സിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഡാറ്റ വെച്ച് നമുക്ക് ഒരിക്കലും ഒരു തിയറി ഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയും. ഓസ്ട്രിയൻ എക്കണോമിക്സ് ബേസിക്കലി ഒരിക്കലും ഡാറ്റനെ ഡിനേ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പറയുന്നത് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗൈഡിങ് തിയറി ഇല്ലാതെ ഒരിക്കലും നമുക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഡാറ്റ എന്നുള്ളത് ബേസിക്കലി നമ്മൾ അതിന്റെ ഇന്റർപ്രിട്ടേഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഹിസ്റ്ററിയിൽ എന്ത് സംഭവിച്ചു, നമ്മുടെ ചരിത്രത്തിൽ നമ്മുടെ എക്കണോമിയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ഗൈഡിങ് തിയറി, ഒരു ഫണ്ടമെന്റൽ തിയറി നമുക്ക് ആദ്യം ഫോം ചെയ്തതിന് ശേഷം അത് ഉപയോഗിച്ചിട്ട് ഹിസ്റ്ററിനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ പറ്റൂ എന്നുള്ളതാണ് ഓസ്ട്രിയൻ എക്കണോമിക്സിൽ പറയുന്നത്. പക്ഷെ നേരെ മറിച്ച് മെയിൻ സ്ട്രീം എക്കണോമിക്സിൽ കൂടുതലും ആർഗ്യൂ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. ഇപ്പൊ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഉള്ള പോലെ തന്നെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് തിയറി ഫോം ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലാണ് അവർ പോർട്രേ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ നേരത്തെ ആ പറഞ്ഞതിനകത്ത് തന്നെയില്ല, കല്ലിന്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഫിസിക്കൽ സയൻസിൽ മറ്റേ കെമിസ്ട്രി, ഫിസിക്സ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ റിയാക്റ്റീവ് ആണ് റെസ്പോൺസ്, ഓരോ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഹ്യൂമൻ ആക്ഷൻ പർപ്പസ്ഫുൾ ആണെന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടാത്തത്. ഇപ്പൊ ഏതൊരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു തിയറി ഫോം ചെയ്യുമ്പം എംപിരിസിസം മെത്തേഡിൽ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഒരു കല്ലെടുത്ത് എറിയുമ്പോൾ ഇത്ര സ്പീഡിൽ, ഇത്ര വെലോസിറ്റിയിൽ, അല്ലെ, ഇത്ര ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഹ്യൂമൻ ആക്ഷൻ എന്ന് പറയുന്ന ഇപ്പം മനുഷ്യരാണ് അവിടെ പ്രവർത്തിക്കുന്നത്. മനുഷ്യരെന്ന് പറയുന്നത് ഒരു ചെസ് ബോർഡിലെ പീസ് പോലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കല്ല് പോലെയോ കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ ചിന്തിക്കുകയും നമുക്ക് എപ്പോഴും നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻസിന് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടാത്തത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉരുളക്കിഴങ്ങിന്റെ കാര്യം വിഷ്ണു പറഞ്ഞില്ലേ, ഇപ്പം കിഴങ്ങിന്റെ വില അല്ലെങ്കിൽ കിഴങ്ങിന്റെ സപ്ലൈ കൂടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ വില കുറയും. അപ്പൊ നേരെ തിരിച്ചാണെങ്കിൽ നമുക്ക് പറയാം ഒരു സാധനത്തിന്റെ സപ്ലൈ കൂടുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ അതിന്റെ വില കുറയുമെന്ന് പറയാം. നമുക്കൊരു ഒരു ക്വാളിറ്റേറ്റീവ് മെഷർ അവിടെ നമുക്ക് നടത്താം. പക്ഷെ അതേസമയം എത്ര കുറഞ്ഞു എന്ന് ഒരാൾക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ കുറഞ്ഞു. ഇപ്പം 1925 സവാള സപ്ലൈ കൂടിയത് കൊണ്ട് വില ഇത്ര കുറഞ്ഞു, അതുകൊണ്ട് 1964 അങ്ങനെ നടക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്കൊന്നും മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് പക്ഷെ ഇങ്ങനെ ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, മനുഷ്യർക്ക് അവന് എപ്പോഴും സ്വന്തം നില മെച്ചപ്പെടുത്താനാണ് അവന് ശ്രമിക്കുക. അപ്പം അതേപോലെ തന്നെ വിഭവങ്ങളെല്ലാം പരിമിതമാണ്. അപ്പൊ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരു ഏകദേശ ധാരണ കിട്ടും. പക്ഷെ ഈ പറയുന്ന പോലെ ഒബ്ജക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളും മെഷർ ചെയ്യാം, ഇതാണ് ഓരോന്നിന്റെ വില, അല്ലെങ്കിൽ ഇത്രയാണെങ്കിൽ ഇത്ര വരുമെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്ന് പറയാം. അതെ, വിലേന്റെ കാര്യം പറയുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണെന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. വാല്യൂ സബ്ജക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ അത് ഓരോ മനുഷ്യനും ഓരോ സമയത്തും വ്യത്യസ്തമായിരിക്കും. നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ നമ്മൾ കാണുന്ന വാല്യൂ ആയിരിക്കില്ല നമുക്ക് വേറൊരു സമയത്ത് നമുക്ക് തന്നെ സെയിം ആളിന് തന്നെ ഒരു സാധനത്തിന് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ നമ്മൾ സബ്ജക്റ്റീവ് ആയിട്ട് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള പ്രിഫറൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്ത് ഉപകാരമാണ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തോന്നുന്നതിനനുസരിച്ചാണ് നമ്മൾ ഓരോ സാധനത്തിന് നമ്മൾ വാല്യൂ കാണുന്നത്. അപ്പം അങ്ങനെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിലേക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ അതിനെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് കാണാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അവിടെ നടത്തുന്നത്. അപ്പൊ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനത്തെ നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ലിമിറ്റേഷൻസ് കൊണ്ടാണ് നമ്മൾ ബേസിക്കലി ഡാറ്റ വെച്ചുള്ള കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ഡാറ്റ വെച്ച് തിയറി ഫോം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഡാറ്റ വെച്ച് ഫോം ചെയ്യുന്ന തിയറീസ് ഒരിക്കലും കൺസിസ്റ്റന്റ് ആയിരിക്കില്ല എന്ന് പറയുന്നത്. ഈ ഫിസിക്സിനോടും കെമിസ്ട്രിയിലും ഒക്കെ ഉള്ള രീതി എക്കണോമിക്സിലേക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. കാരണം ആ ഒരു സമയത്ത് ഈ സയൻസിന്റെ ഒരു വലിയൊരു കുതിച്ചുചാട്ടം നടക്കുന്ന സമയത്ത് എന്തും സയൻസ് ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു കാരണം. അപ്പൊ അതിനെതിരെയാണ് ഈ ഓസ്ട്രിയൻ എക്കണോമിസ്റ്റുകൾ സംസാരിച്ചത്. അതുകൊണ്ടാണ് അവർ മെയിൻ സ്ട്രീം അല്ലാതെ പോകുന്നത്. കാരണം ഈ മാത്തമാറ്റിക്കൽ മോഡൽ ഉപയോഗിച്ചിട്ടാണല്ലോ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഈ എക്കണോമിക്സിൽ എന്തുകൊണ്ട് ഇത് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് അത്ര പോപ്പുലർ ആകാൻ വഴിയില്ല. പകരം എല്ലായിടത്തും വിജയിക്കുന്ന മാത്തമാറ്റിക്കൽ മോഡലിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് സയന്റിഫിക് ടൂളാണ്, അത് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ അതിനായിരിക്കും കുറച്ചും കൂടെ പോപ്പുലാരിറ്റി കിട്ടുന്നത്. മറ്റു കാരണങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. എന്തുകൊണ്ട് ഇന്ന് പറയുന്ന മെയിൻ സ്ട്രീം എക്കണോമിക്സ് പോപ്പുലർ ആയി എന്നുള്ളത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് ഈ ഗവൺമെന്റ് ഇന്റർവെൻഷനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ആദ്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഗവൺമെന്റ് ഇന്റർവെൻഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോളിസി ആയിരിക്കും ഗവൺമെന്റ് ഇന്റർവെൻഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഗവൺമെന്റിന്
അധികാരമുള്ള സ്ഥലങ്ങളിൽ പോപ്പുലാരിറ്റി കിട്ടുക. അത് പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പം കൂടുതലും എക്കണോമിക് പ്രോസസ്സിന് ഗ്രാന്റ് കിട്ടുന്നതും ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് ആരെയാണോ അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും ഗവൺമെന്റ് ഇന്റർവെൻഷൻ കുറയ്ക്കണമെന്ന് പറയില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ് കുറയ്ക്കണമെന്നും പറയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ മെയിൻ സ്ട്രീം എക്കണോമിക്സിന്റെ ഒരു മെയിൻ പാർട്ടാണല്ലോ ഈ കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഈ കെയ്നീഷ്യൻ എക്കണോമിക്സ് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഞാൻ പറയുന്നത് ഇപ്പൊ കെയ്നീഷ്യൻ എക്കണോമിക്സിൽ ഇപ്പം അതിന്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് ഗവൺമെന്റ് സ്പെൻഡിങ് വേണം. എപ്പോഴൊക്കെ എക്കണോമി താഴെ പോകുന്നു അപ്പോഴൊക്കെ ഗവൺമെന്റ് സ്പെൻഡിങ് വേണമെന്നത്. അപ്പൊ അങ്ങനെ ഒരു തിയറി ഒരാൾ മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതേ മെയിൻ സ്ട്രീം ആകാൻ വഴിയുള്ളൂ. അതിനെതിരെ സംസാരിക്കുന്നവര് മെയിൻ സ്ട്രീമിൽ നിന്ന് തള്ളപ്പെടുകയും ചെയ്യും. പക്ഷെ അതുകൊണ്ടും ആ ഒരു സംഭവം ശരിയോ തെറ്റോ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സ്ഥാനം മെയിൻ സ്ട്രീം ആണോ? ഇപ്പൊ നമുക്കറിയാം ഏത്തീസം സംസാരിക്കുന്നു. ലോകത്തുള്ള എത്രയോ കോടി ജനങ്ങളും വിശ്വാസികളാണ്. അപ്പൊ കൂടുതൽ ആൾക്കാരും വിശ്വാസികളാണ് എന്നുള്ളത് കൊണ്ടല്ലല്ലോ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ആ കാര്യം ഒരു കാര്യത്തെ പറ്റി അനലൈസ് ചെയ്യേണ്ടത്. അപ്പം ആൾക്കാര് എക്കണോമിക് പ്രോസേഴ്സും അല്ലെങ്കിൽ ഗവൺമെന്റ് പോളിസീസിലും ഒന്നൊക്കെ ഓസ്ട്രിയൻ എക്കണോമിക്സിനെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് ആയിരിക്കരുത് അതിന്റെ വാലിഡിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അപ്പം നമുക്ക് കെയ്നീഷ്യൻ എക്കണോമിക്സും കുറച്ച് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അതെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മെഷർമെന്റ് അല്ലെങ്കിൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് തിയറി ഉണ്ടാക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ. ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള വാല്യൂവിലേക്ക് മാറ്റാൻ വേണ്ടി നോക്കുക എന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതേപോലെ തന്നെ അതിലുള്ള വേറെ ഡാറ്റന്റെ വേറൊരു അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് 100% ഷുവറോടെ ഡാറ്റന്റെ കാര്യത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഒരിക്കലും കാരണം നാളെ വേറെ ഏതെങ്കിലും ഡാറ്റ വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു ലൂപ്പ് ഹോൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് ഡാറ്റനെ നമ്മുടേതായ രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ, നമുക്ക് ഇഷ്ടമുള്ള കൺക്ലൂഷനിലേക്ക് എത്താനും ഇഷ്ടമുള്ള തിയറീസ് പോപ്പുലറൈസ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു സ്കോപ്പ് ഡാറ്റയിലുണ്ട്. കാരണം അത്രയും, പ്രത്യേകിച്ച് എക്കണോമി എന്ന് പറയുമ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അവിടെ ഒരുപാട് വാരിയബിൾസും ഇതും എല്ലാം ഒരുമിച്ച് പ്ലേ ചെയ്യുമ്പോൾ എല്ലാ ഡാറ്റ എടുക്കുക എന്നുള്ളതും പോസിബിൾ അല്ല. അപ്പൊ സെലക്റ്റീവായിട്ട് കുറച്ച് ഡാറ്റ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള തിയറികൾ നമ്മുടേതായ വയസ്സിനനുസരിച്ച് ഇഷ്ടമുള്ള തിയറികൾ ഫോം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അതിന്റെ ഒരു ബിഗസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ കെയ്ൻഷ്യൻ എന്ന് പറയുന്നത്, കെയ്ൻഷ്യൻ എക്കണോമിക്സ് എന്ന് പറയുന്നത്. കെയ്ൻഷ്യൻ എക്കണോമിക്സ് ബേസിക്കലി ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു തിയറിയാണ്. അല്ലെങ്കിൽ അത് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ്, ഇത് രണ്ടും ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ബേസിക്കലി കെയ്ൻഷ്യൻ എക്കണോമിക്സ് ശ്രമിക്കുന്നത്. അപ്പൊ കെയ്ൻസിന്റെ തിയറി പറയുകയാണെന്നുണ്ടെങ്കിൽ, കെയ്ൻസ് ബേസിക്കലി നമ്മളോട് പറയുന്നത് അഗ്രിഗേറ്റ് സ്പെൻഡിങ്, അല്ലെങ്കിൽ ഇത് കെയ്ൻസ് ആണ് ആക്ച്വലി മാക്രോ എക്കണോമിക്സ് എന്നുള്ള ശാഖനെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പൊ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ലെവലിൽ ഒരു സാധനത്തിന് കാണാതെ അഗ്രിഗേറ്റ് ആയിട്ടാണ് എല്ലാ സാധനത്തിനെയും നമ്മൾ കാണുന്നത്. ഇപ്പൊ കെയ്ൻസിന്റെ ഭാഷയിൽ അഗ്രിഗേറ്റ് ആയിട്ടുള്ള സ്പെൻഡിങ്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ മൊത്തം എല്ലാ ആളുകളുടെയും ടോട്ടൽ സ്പെൻഡിങ് അത് എത്രയാണോ, എല്ലാ ആളുകളും ടോട്ടലായിട്ട് എത്രയാണ് ചെലവ് ചെയ്യുന്നത്, അതിനാണ് ഒരു എക്കണോമിന്റെ സ്റ്റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് കെയ്ൻസ് മുന്നോട്ട് വെക്കുന്ന വാദം. അപ്പൊ ആ അഗ്രിഗേറ്റ് സ്പെൻഡിങ് ഡിറ്റർമൈൻ ചെയ്യാന്ന് പറയുമ്പോൾ സ്പെൻഡിങ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കെയ്ൻസ് പറയുന്നത് സ്പെൻഡിങ് കുറയാൻ പാടില്ല, സ്പെൻഡിങ് ഒരിക്കലും കുറയാൻ പാടില്ല. സ്പെൻഡിങ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൺഎംപ്ലോയ്മെന്റിലേക്കും അതുപോലെ റിസഷനിലേക്കും ഒക്കെ പോകും. അതുകൊണ്ട് എപ്പോഴും സ്പെൻഡിങ് ഒരുപോലെ നിലനിർത്തണം. അതാണ് കെയ്ൻസ് പറയുന്നത്. സ്പെൻഡിങ് എപ്പോഴും നിലനിർത്തുക എന്ന് പറയുമ്പോൾ സ്പെൻഡിങ് എങ്ങനെ നിലനിർത്തുന്നത്, അത് ഗവൺമെന്റ് അഥവാ ആളുകൾ സ്പെൻഡ് ചെയ്യുന്നത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അപ്പം വന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പെൻഡിങ് നിലനിർത്തിക്കോളും. ഗവൺമെന്റ് എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക, എങ്ങനെ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം, കൂടുതൽ പ്രിന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ടാക്സ് പിടിച്ച് കൂടുതൽ കടം വാങ്ങിയിട്ടോ എങ്ങനെയായാലും ഗവൺമെന്റ് എങ്ങനെയെങ്കിലും കൂടുതൽ സ്പെൻഡ് ചെയ്താൽ ഈ പ്രശ്നമെല്ലാം സോൾവ് ആകും. അതാണ് കെയ്ൻസ് ബേസിക്കലി പറയുന്നത്. അപ്പം കെയ്ൻസിന്റെ ഭാഷയിൽ ആക്ച്വലി രണ്ട് കാര്യങ്ങളാണല്ലോ. ഒരു അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടാവും. അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ എക്കണോമിയിൽ എന്തൊക്കെയാണോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, നമ്മൾ കാറ്, ഫ്രിഡ്ജ്, ചക്ക, മാങ്ങ, തേങ്ങ, അങ്ങനെ എല്ലാ സാധനങ്ങളും, എല്ലാ സാധനങ്ങളും സർവീസുകളും, ഗുഡ്സും സർവീസും എല്ലാ സാധനങ്ങളും എത്രത്തോളം പ്രൊഡ്യൂസ്, അതിനൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടെന്നുള്ള കെയ്ൻസ് അസ്യൂം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വാല്യൂ സബ്ജക്റ്റീവ് ആണെന്ന്, പക്ഷെ ഇവിടെ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് നമ്മുടെ എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ സാധനത്തിനും ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. അങ്ങനെയാണ് കെയ്ൻസ് അസ്യൂം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകിച്ച് ഇന്ന പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയും അതിനൊരു വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ അഗ്രിഗേറ്റ് സ്പെൻഡിംഗ് ഉണ്ട്. അപ്പൊ അഗ്രിഗേറ്റ് സ്പെൻഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തർ എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഈ ആക്ച്വലി അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് അഗ്രിഗേറ്റ് സ്പെൻഡിംഗ് അത് രണ്ടും ഡിഫറെന്റ് ആണെന്ന് കാണിക്കുന്നത് തന്നെ ആക്ച്വലി ബേസിക്കലി ലോജിക്കൽ ലെസ് ആണ്. കാരണം അഗ്രിഗേറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനത്തിനാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം എക്കണോമിയിൽ കുറെ സാധനം ഉണ്ട് എന്ന് കരുതി അതിനൊരു പർട്ടിക്കുലർ വാല്യൂ ആരും നമ്മൾ അസൈൻ ചെയ്യില്ല. കാരണം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലാണ് നമ്മൾ അതിന് വാല്യൂ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് ഓരോ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ അതിന് വാല്യൂ കാണുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം അത് ബോത്ത്ലെസ് ആണ്, നമുക്ക് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. എക്കണോമിയിൽ ആവശ്യമില്ലാത്തൊരു സാധനം
പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 0 ആണ്. നമുക്കത് ആവശ്യമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് കെയ്ൻസ് പറയുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂ അതിനുണ്ട്. അതാണ് അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഐഡിയൽ ആയിട്ട് അതിനൊരു വാല്യൂവും പ്രൈസ് ലെവലും ഒക്കെ ഉണ്ട്. അപ്പൊ അഗ്രിഗേറ്റ് സ്പെൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് സ്പെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുറ്റാണ്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു നമ്മുടെ വീട്ടിലിപ്പോ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ജോലി പോയിരുന്നു, അല്ലെങ്കിൽ ശമ്പളം കുറഞ്ഞു, അല്ലെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ അത്ര ലാഭകരമല്ലാത്ത അവസ്ഥയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുക, ഏതൊരു മനുഷ്യനായിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് നമ്മളെ സ്പെൻഡിങ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഭാവിയിലേക്ക് നമുക്ക് ജീവിക്കണമല്ലോ എന്നുള്ള ആലോചിച്ചിട്ട് നമ്മൾ കുറച്ച് സേവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. എന്നിട്ട് നമ്മളെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ സ്പെൻഡ് ചെയ്യുള്ളൂ. അത് ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് ഒരു മനുഷ്യൻ എടുക്കുന്നത്, വളരെ ജുഡീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ. പക്ഷെ കെയ്ൻസ് പറയുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിസഷന് കാരണമാവും, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളതാണ് കെയ്ൻസ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ എക്കണോമി മൊത്തത്തിൽ തകരാറാവും എന്നുള്ളതാണ് കെയ്ൻസിന്റെ തിയറി. അപ്പം അങ്ങനെ ആളുകൾ അവരുടെ ആവശ്യങ്ങൾ കൊണ്ട് അവര് ഇപ്പോഴുള്ള കൺസെപ്ഷൻ ഒഴിവാക്കിയിട്ട് ഫ്യൂച്ചറിൽ ഭാവിയിലേക്കാണ് നമ്മൾ സേവ് ചെയ്തെക്കുന്നത്. അപ്പൊ ഭാവിയിലേക്ക് സേവ് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് നാളെ ചെലവഴിക്കും അത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ഇപ്പോഴുള്ള എക്കണോമിയിൽ ഉള്ള സാധനങ്ങൾ മൊത്തം ആവശ്യമില്ലാത്ത, നമുക്കിപ്പം അത്ര അത്യാവശ്യമുള്ള സാധനങ്ങളല്ല എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അപ്പം ആവശ്യമില്ലാത്ത സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആളുകൾ എന്താണ്, ഇപ്പൊ ഒരു എന്റർപ്രണർ, ഇപ്പൊ നമ്മളൊരു കമ്പനി തുടങ്ങുമ്പോൾ എന്താണ്, നമ്മുടെ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാവും. കസ്റ്റമേഴ്സിന് ആവശ്യമില്ലാത്ത സാധനമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നഷ്ടം വന്ന് നമ്മുടെ കമ്പനി പൊട്ടിപ്പോകും. ആക്ച്വലി അതാണ് വേണ്ടത്. ഇങ്ങനെ ആകുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുന്ന കമ്പനികൾ കൂടുതൽ ലാഭം ഉണ്ടാക്കുകയും കൂടുതലായിട്ട് ഉയർന്നു വരികയും ചെയ്യും. അപ്പോഴാണ് നമ്മൾ എല്ലാ ആളുകളെയും വെൽത്ത് ഇൻക്രീസ് ചെയ്യുകയും നമുക്ക് എല്ലാവർക്കും ഒരു പ്രോസ്പെക്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളുടെ ബിസിനസ് കൊളാപ്സ് ആവണം. അല്ലാത്ത അങ്ങനെ കൊളാപ്സ് ആകുമ്പോഴാണ് കൂടുതലായിട്ട് ആളുകൾ ചിന്തിക്കുക, ആളുകൾക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ആവശ്യമുള്ള എന്ത് സാധനമാണോ വേണ്ടത് അത് നോക്കിയിട്ട് ആളുകൾ അതിനനുസരിച്ചുള്ള ഓരോ എന്റർപ്രണേഴ്സും ആ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് ആളുകൾക്ക് ആവശ്യമുള്ള സാധനം ഏതാണോ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പം അതിനെ അനുവദിക്കാതെ ഇപ്പം കെയ്ൻസ് എന്താണ് പറയുന്നത്, ഇപ്പം ആളുകൾ സ്പെൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആളുകളുടെ കുഴപ്പമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്കണോമി മൊത്തത്തിൽ തകരാറിലാവും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യണം എന്ന് പറയും. ഇപ്പം ഈ ഡാറ്റ എല്ലാവരും നോക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഡാറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ കെയ്ൻസിന്റെ തിയറീസിന്റെ എത്രത്തോളം സക്സസ് ആണ്, അതായത് നമ്മുടെ ഇതിൽ എംപിരിക്കലി ഡാറ്റ നോക്കിയിട്ടുണ്ടെങ്കിൽ കെയ്ൻസിന്റെ തിയറി എത്രത്തോളം സക്സസ് ആണെന്നുള്ളത് നമുക്ക് നോക്കാണ്ട് വരും. പക്ഷെ അപ്പൊ നമ്മൾ കാണുന്നത് എന്താണ്, കെയ്ൻസിന്റെ ഏറ്റവും വലിയ കെയ്ൻസ് പറഞ്ഞല്ലോ നമ്മുടെ അഗ്രിഗേറ്റ് ഔട്ട്പുട്ടും ഉണ്ട്, അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചറും ഉണ്ട്. അപ്പം കെയ്ൻസിന്റെ തിയറി അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചറിനെക്കാട്ടും കൂടുതലാവും. അതായത് നമ്മൾ അധികം സ്പെൻഡ് ചെയ്യാത്തൊരവസ്ഥ. അങ്ങനെ അധികം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടില്ലേ കെയ്ൻസ് പറയുന്നത് ഇത് റിസഷനിലേക്കും അൺഎംപ്ലോയ്മെന്റിലേക്കും പോകുന്നില്ല. അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഔട്ട്പുട്ടും അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ ഈക്വൽ ആവും. ഇനി അതും അല്ലെങ്കിൽ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ അഗ്രിഗേറ്റ് ഔട്ട്പുട്ടിനേക്കാളും കൂടുതലാവും. അങ്ങനെ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ഇൻഫ്ലേഷൻ വരുന്നതാണ് കെയ്ൻസ് പറയുന്നത്. അപ്പൊ ഒന്നുകിൽ ഇൻഫ്ലേഷൻ വരും, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ കെയ്ൻസിന്റെ തിയറി അനുസരിച്ച് ശരിയാവുള്ളൂ. അപ്പൊ കെയ്ൻസിന്റെ തിയറി ശരിയാണെങ്കിൽ ഒരിക്കലും ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും ഒരുമിച്ച് വരുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. പക്ഷെ നമ്മൾ 1970 US എക്കണോമിയിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു ഫിനോമിന വന്നു. അതായത് അൺഎംപ്ലോയ്മെന്റും വരുന്നുണ്ട്, ഇൻഫ്ലേഷൻ വരുന്നുണ്ട്, രണ്ടും കൂടി ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡാറ്റ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്കത് കെയ്ൻസിന്റെ തിയറി എടുത്ത് ടോട്ടൽ കളയാൻ വേണ്ടി പറ്റും. കാരണം അത് തെറ്റാണെന്ന് അപ്പൊ തന്നെ പോയി ഈ ഡാറ്റ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ അക്കാഡമിക്സിൽ ഒക്കെ നമ്മൾ എന്താണ് കാണുന്നത്, അതിനെ ഒരിക്കലും അതിപ്പോഴും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കെയ്ൻസ് ആണ് ശരി എന്നുള്ള പറഞ്ഞിട്ടാണ്, കെയ്ൻസ് ആണ് മെയിൻ സ്ട്രീം എക്കണോമിക്സിൽ ഏറ്റവും ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവര് അങ്ങനെയുള്ള അവർക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ കാണുമ്പോൾ സെലക്റ്റീവ് ആയിട്ട് അതിനെ ഒഴിവാക്കി അതിന് എന്താണ് സപ്ലൈ ഷോക്ക് കൊണ്ടാണ് ഇതുകൊണ്ടാണ് അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അതിന് ജസ്റ്റിഫൈ ചെയ്ത് ഡാറ്റനെ എങ്ങനെ കൺവീനിയന്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ ഓസ്ട്രിയൻ എക്കണോമിക്സ് എന്ന് പറയുന്നതിനകത്ത് ഈ പറഞ്ഞ പോലെ മൈക്രോ മാക്രോ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻസ് ഒന്നുമില്ല. അതിനകത്ത് പറയുന്നത് എല്ലാം തുടങ്ങുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മനുഷ്യന്മാരിൽ നിന്നാണ്. അപ്പൊ അതിനകത്ത് മാക്രോ എന്ന് പറയില്ല, അതിനകത്ത് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാർക്കും ഓരോരുത്തരായിട്ട് എടുക്കുന്നു, അതിന്റെ മൊത്തത്തിലുള്ള ഒരു ഇതാണ് വരുന്നത്. പക്ഷെ ഇവിടെ മാക്രോ എന്നും മൈക്രോ എന്നും ഒരു ഡിവിഷൻ തന്നെ ഉണ്ട് അല്ലെ മെയിൻ സ്ട്രീമിനകത്ത്. അതിനകത്ത് തന്നെ ഈ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് ചെയ്യാണ് എല്ലാം കൂടെ ചെയ്യുക. അഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇപ്പം ഞാനും വിഷ്ണു ഒക്കെ ഇന്ത്യക്കാരാണ്, നമ്മളുടെ എല്ലാം പ്രിഫറൻസ്, എന്റെയും വിഷ്ണുവിന്റെ എല്ലാം പ്രിഫറൻസ് വ്യത്യാസമാണ്, മറ്റൊരാളുടെ പ്രിഫറൻസ് വ്യത്യാസമാണ്. പക്ഷെ നമ്മളെല്ലാരും കൂടെ ഒരൊറ്റ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചറിനും അഗ്രിഗേറ്റ് നമ്മുടെ ഡിമാൻഡും കൂടെ എടുത്തതിന് ശേഷം പിന്നെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടെന്ന് വിചാരിക്കുകയാണ്.
ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനകത്തുനിന്ന് അതൊരു മാത്തമാറ്റിക്കൽ മോഡൽ വെച്ചിട്ട് ഈ അല്ലെ എക്സ്പെൻഡിച്ചറും ഇൻകവും തമ്മിലുള്ള എക്സ്പെൻഡിച്ചറും മൊത്തം പ്രൊഡക്റ്റും തമ്മിലുള്ള ഇത് എടുത്തതിന് ശേഷം അവസാനം ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് എപ്പോഴൊക്കെ താഴെ പോകുന്നു അതിന്റെ കാരണം എന്തുവാ? അപ്പൊ ഗവൺമെന്റ് അവിടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു തിയറി മുന്നോട്ട് വെക്കുമ്പോൾ ഗവൺമെന്റിന് സ്പെൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടുക എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ വിഷ്ണു അതൊന്ന് സൂചിപ്പിച്ചായിരുന്നു. ഇപ്പൊ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഗവൺമെന്റിന് എങ്ങനെ വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ അമേരിക്കയിലെ ഡിപ്രഷൻ നടന്ന സമയത്ത് അവരുടെ അതിനുശേഷം വന്ന ന്യൂ ഡീൽ പോളിസി എന്നൊക്കെ പറയുന്നത് ഈ കെയ്നീഷ്യൻ എക്കണോമിക്സിന്റെ ഒരു സംഭവം. അപ്പൊ അവര് ഗവൺമെന്റ് ഇപ്പം കുറെ പാലങ്ങൾ പണിയാനായിരിക്കും തോന്നുന്നത്, കുറെ പാലങ്ങൾ പണിയും. ആ പാലം അവിടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അപ്പൊ അതൊക്കെ പണിയുമ്പോൾ അങ്ങനത്തെ രീതിയിൽ സ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഗവൺമെന്റിന് ഡിഫൻസിലാണെങ്കിൽ സ്പെൻഡ് ചെയ്യാം. അല്ലെ ഇപ്പൊ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ യുദ്ധത്തിന് സ്പെൻഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. വേൾഡ് വാർ വരെ എക്കണോമിക് സ്റ്റാഗ്നേഷൻ കരകയറാൻ അമേരിക്കനെ സഹായിച്ചു എന്ന് പറയുന്ന മെയിൻ സ്ട്രീം എക്കണോമിസ്റ്റുകളുണ്ട്. അതായത് യുദ്ധത്തിന് പോയ സമയത്ത് ഗവൺമെന്റ് സ്പെൻഡ് എങ്ങനെ സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല, ഗവൺമെന്റ് സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്രൈസിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് അവർ പറയുന്നത്. അതെ അതെ. അപ്പൊ അതപ്പോ വിഷ്ണു പറഞ്ഞത് അങ്ങനെ അവര് ചെയ്തു. 1974 ആയപ്പോ തന്നെ രണ്ടും അവരുടെ തിയറി തന്നെ ഫ്ലോപ്പ് ആവുന്ന കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള രണ്ട് ഡേറ്റാ പോയിന്റ് അവിടെ തന്നെ കിട്ടിയത്. പലതവണ ലോകത്തിൽ നടന്നിട്ടുണ്ട്, പല കൺട്രീസിലും, പ്രത്യേകിച്ച് തേർഡ് വേൾഡ് കൺട്രീസിലൊക്കെ ഒരുപാട് പ്രാവശ്യം നടന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എക്കണോമിസ്റ്റുകൾ അതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. കാരണം മേജർ എക്കണോമിക്സിലൊന്നും വന്നിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട്. പക്ഷെ 1970s ഈവൻ US പോലും സ്റ്റാഗ്ഫ്ലേഷൻ വന്നപ്പോൾ ആക്ച്വലി അവര് അത് റെക്കഗ്നൈസ് ചെയ്യുകയും അവർ ആ തിയറിയിൽ പാളിച്ചകൾ ഉണ്ടെന്ന് അംഗീകരിക്കുകയും ചെയ്യാണ് വേണ്ടത്. ഇതിനു മുന്നേ തന്നെ ഇപ്പം ഓസ്ട്രിയൻ എക്കണോമിസ്റ്റുകളായാലും ഈവൻ മെയിൻ സ്ട്രീമിലുള്ള ചിക്കാഗോ എക്കണോമിസ്റ്റുകൾ അല്ലെങ്കിൽ ഫ്രീഡ്മാൻ ഒക്കെ 1960 മുതലേ പറയുന്നുണ്ട് ഈ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം പോസിബിൾ ആണെന്നുള്ളത്. പക്ഷെ അപ്പോഴൊന്നും ഇവരാരും ഇതിനെ ചെയ്തുകൊള്ളാതെ ഈ കെയ്ൻഷ്യൻ എക്കണോമിക്സിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കുന്നത്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഗവൺമെന്റിന് എത്ര സ്പെൻഡ് ചെയ്യാനുള്ള ജസ്റ്റിഫിക്കേഷൻ അത് കൊടുക്കുന്നു എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ടാണ് സ്റ്റാഗ്ഫ്ലേഷൻ വരുന്നവരെ ഇത് കണ്ടിന്യൂ ചെയ്തത്. അതിനുശേഷവും ഇപ്പോഴും പുതിയ ഓരോ ന്യായീകരണങ്ങൾ കൊണ്ട് പുതിയ നിയോ കെയ്ൻഷ്യൻ എന്നുള്ള രീതിയിൽ അതിനെ കുറച്ച് മോഡിഫൈ ചെയ്തുകൊണ്ട് ഇപ്പോഴും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓക്കെ, രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കെയ്നീഷ്യൻ വിപ്ലവത്തിന്റെ സംഭവം ഉണ്ടല്ലോ, അത് 1920-30 ആ സമയത്തൊക്കെ, ആ സമയത്ത് അതിനെ എതിർത്ത ഏക ടീം എന്ന് പറഞ്ഞാൽ ഈ ഓസ്ട്രിയൻസ് ആണ്. അത് ഓസ്ട്രിയൻസ് എന്ന് പറയാനാണെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരെന്ന് പറയാം, മീസസും ഹേക്കും ഒക്കെ. അപ്പം അവര് ഇപ്പം 1949 കണ്ടാണ് ഹ്യൂമൻ ആക്ഷൻ ബുക്ക് എഴുതുന്നത്. അപ്പൊ അതിനു മുമ്പാണ് ഈ സോഷ്യലിസ്റ്റ് കാൽക്കുലേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് വലിയ ഡിബേറ്റ് ഒക്കെ നടക്കുന്നത്. ഈ 1950 ആ സമയമായപ്പോഴത്തേക്ക് ഈ ഓസ്ട്രിയൻ വാദമുണ്ട്, ഈ സോഷ്യലിസ്റ്റ് കാൽക്കുലേഷൻ പ്രോബ്ലം. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പൊ എന്തുകൊണ്ട് സോഷ്യലിസ്റ്റ് എക്കണോമിക്സ് തകരും, എന്തുകൊണ്ടാണ് സോഷ്യലിസ്റ്റ് കാൽക്കുലേഷൻ നടക്കാത്തത്? കാരണം സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ട് ചെയ്യണമെന്നാണല്ലോ. അപ്പൊ ഈ അഗ്രിഗേറ്റ് ആയിട്ട് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് റിസോഴ്സ് പ്ലാൻ ചെയ്യാനും നടക്കില്ല എന്നുള്ള ഇത്. അപ്പൊ ഇതിനെതിരെ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ ഓസ്ട്രിയൻ എക്കണോമിസ്റ്റുകൾ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ഡിബേറ്റിൽ അല്ല, അത് നടക്കും. അത് കാരണം അവർക്ക് വേണ്ടത് അങ്ങനെയാണല്ലോ. ഇപ്പം ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കൂട്ടുക എന്നുള്ളതാണല്ലോ ഈ സോഷ്യലിസ്റ്റ്. അതായത് ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സംഭവത്തിന് ആണ് ആ സമയത്ത് വിജയിച്ചു എന്നുള്ളൊരു ലേബൽ ഉണ്ടായിരുന്നത്. അപ്പം 1950 ആയപ്പോഴത്തേക്ക് ഇവര് കംപ്ലീറ്റ്ലി മെയിൻ സ്ട്രീമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. സോഷ്യലിസം ആ സമയത്ത് അറിയാലോ, ഈവൻ നമ്മുടെ നെഹ്റു ഒക്കെ സോഷ്യലിസമാണ്. ആ ഒരു സമയം നോക്കിയാൽ അറിയാം, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പൊ ആ സമയം എന്ന് പറയുന്നത് ലോകം മുഴുവൻ വിചാരിച്ചിരുന്നത് സോഷ്യലിസം മൊത്തം പ്ലാനിങ്ങിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ആലോചിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ മെയിൻ സ്ട്രീം അല്ല എന്ന് പറയുന്ന ഈ എക്കണോമിസ്റ്റുകൾ, ഓസ്ട്രിയൻ എക്കണോമിസ്റ്റുകൾ മാത്രമാണ് അല്ല ഇത് അങ്ങനെയല്ല എന്ന് തിയറി വെച്ചിട്ട് അവരൊരു മാത്തമാറ്റിക്കൽ മോഡൽ ഒന്നും ഉപയോഗിച്ചില്ല, തിയറി വെച്ചിട്ട് ചെയ്തു. അതേസമയം ഡേറ്റ പോലും കണ്ടിട്ടില്ല. അത് ഈ സോഷ്യലിസം തുടങ്ങിയതേ ഉള്ളൂ, അറിയാലോ നമുക്ക്. റഷ്യൻ വിപ്ലവമൊക്കെ 1920 കഴിഞ്ഞു, പിന്നെ വേൾഡ് വാർ 2, ഡിപ്രഷൻ, ആ ഒരു സമയമാണെന്ന് ആലോചിക്കണം. ആ സമയത്ത് തന്നെ പറഞ്ഞു ഇതിന് ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തുകൊണ്ട് ഇത് പരാജയപ്പെടും. അതല്ലാതെ ഞാനൊരു ക്യാപിറ്റലിസ്റ്റ് അതുകൊണ്ട് സോഷ്യലിസം പരാജയപ്പെടും എന്നുള്ള അങ്ങനത്തെ ഒരു ഇതല്ല. തിയറി വെച്ചിട്ട് എന്തുകൊണ്ട് പരാജയപ്പെടും എന്നാണ് പറഞ്ഞതെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇപ്പൊ ആൾക്കാർ പറഞ്ഞ ഐഡിയോളജിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന ആലോചിക്കണം. അതായത് ഇന്ന് ക്യാപിറ്റലിസം സംസാരിക്കുന്ന പല ആൾക്കാരും ഈ മീസസിനെയും ഹൈക്കിനെയും ഒക്കെ പുച്ഛിച്ച് തള്ളുകയും അവർ ഐഡിയോളജിസ്റ്റുകളാണ് അല്ലെ, അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുക, ഒരു തിയറിയെ നോക്കുന്നവരാണ്, ഡേറ്റ നോക്കുന്നവരല്ല എന്നൊക്കെ.
അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഈ പറയുന്ന ഇപ്പോഴത്തെ പല ക്യാപിറ്റലിസ്റ്റുകളും അന്നായിരുന്നെങ്കിൽ അവരും സോഷ്യലിസ്റ്റ് പാളയത്തിലായിരുന്നേനെ. കാരണം എല്ലാ ഡേറ്റയും സോഷ്യലിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഈ മീസസ് ഈ ബുക്ക് എഴുതുന്നതിന് 1-2 വർഷം മുമ്പാണ് സാമുവൽസന്റെ പോൾ സാമുവൽസൺ എന്നാണ് പേര്. അദ്ദേഹമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പ്രമുഖനായിട്ടുള്ള എക്കണോമിസ്റ്റ്, നിയോ കെയ്നീഷ്യൻ ആയിട്ടുള്ള എക്കണോമിസ്റ്റ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അത് ഈ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ട് വേണം എക്കണോമിക്സ് കാര്യങ്ങൾ ചെയ്യാനോ. അതായത് ഹ്യൂമൻ ആക്ഷനിൽ മീസസ് എന്താണോ പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് സാമുവൽസൺ പറയുന്നത്. കെയ്ൻസ് പറഞ്ഞ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം. ആ പുസ്തകത്തിനാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിനാണ് ഭയങ്കരമായിട്ട് പോപ്പുലാരിറ്റി കിട്ടുകയും കൂടുതൽ ആൾക്കാർ വായിക്കുകയും അക്കാഡമിക്സിലാണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് സാമുവൽസന്റെ പുസ്തകമാണ്. പക്ഷെ 1990 ആയപ്പോഴത്തേക്ക് സോവിയറ്റ് യൂണിയൻ തകരുകയും സോഷ്യലിസത്തിന്റെ പ്രശ്നങ്ങൾ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയതിന് ശേഷമാണ്, അപ്പോഴാണ് ഈ പറയുന്ന പോലെ ഒരു റിവൈവൽ എന്ന് പറയുന്ന പോലെ, ഓക്കെ ഇവര് പറഞ്ഞതിനകത്തും കാര്യമുണ്ടായിരുന്നു. ഈ മെയിൻ സ്ട്രീം ആയിട്ട് പറഞ്ഞ ആൾക്കാർ മാത്തമാറ്റിക്കൽ മോഡൽ ഉപയോഗിച്ചിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിരുന്നില്ല എന്ന് പല ആൾക്കാർക്കും മനസ്സിലായി തുടങ്ങിയെന്നുള്ളത്. അപ്പൊ മെയിൻ സ്ട്രീം അല്ല എന്ന് നമ്മൾ പറയുന്നെങ്കിലും നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഇവന്റ്, അത് എന്തുകൊണ്ട് അത് സംഭവിക്കും എന്നുള്ളത് തിയറി ഉപയോഗിച്ച് ലോജിക് ഉപയോഗിച്ച് ആ ഒരു സോഷ്യലിസത്തിന്റെ ഏറ്റവും പ്രമാദമായ സമയത്ത് തന്നെ സംസാരിച്ച ആൾക്കാരാണ് ഓസ്ട്രിയൻ എക്കണോമിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ഡാറ്റ ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ഡാറ്റ ഉള്ള ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡാറ്റ അവർ പറയുന്നത് ഡാറ്റ ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് റിയൽ വേൾഡിനെ പറ്റിയുള്ള നോളജ് അറിയാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ക്ലെയിം തന്നെ ആക്ച്വലി ഒരു അപ്രിയോറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഡാറ്റ ഉപയോഗിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് റിയൽ വേൾഡിനെ പറ്റി അറിയാൻ പറ്റൂ എന്ന് പറയുന്നത്, അതേ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുക? ഡാറ്റ ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമുക്ക് റിയൽ വേൾഡിനെ പറ്റി അറിയാൻ പറ്റുമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഡാറ്റ ഉപയോഗിച്ചിട്ട് തന്നെ കിട്ടണ്ടേ? അപ്പൊ അത് ഡാറ്റ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് ഒരിക്കലും യൂണിവേഴ്സൽ ആയിട്ട് എല്ലാ കാലവും ശരിയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ലോജിക്കൽ ആയിട്ടുള്ള കൺക്ലൂഷൻ വേറെ ആരെയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരത് നോക്കണം, അത് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അത് വെറുതെ ഡാറ്റ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. ഇനിയിപ്പോ ഇത് അപ്രിയോറി സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇവരെ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണെന്ന് അർത്ഥം. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ അപ്രിയോറി സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഡാറ്റ ഉപയോഗിച്ചിട്ട് മാത്രമേ അറിവ് നേടാൻ പറ്റൂ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പൊ ആ ഒരു ബേസിക് ലോജിക് അപ്ലൈ ചെയ്താൽ തന്നെ പാളി പോകുന്ന ഒരു ലോജിക്കാണ് ഈ ഡാറ്റ മാത്രവാദം എന്ന് പറയുന്നത്. ഡാറ്റ മാത്രമല്ല നമുക്ക് റിയൽ വേൾഡിനെ പറ്റി നോളജ് കിട്ടാനുള്ള മാർഗം. അതെ, ഈ ഡേറ്റയ്ക്കെതിരെ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിനെതിരെ എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാലോ, നമ്മളെല്ലാരും ഈ ശാസ്ത്രബോധത്തെ പറ്റിയിട്ടും സയൻസിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നതായതുകൊണ്ട് ആൾക്കാർക്ക് ഈ ഡേറ്റയ്ക്കെതിരെ സംസാരിക്കുന്ന ഒരു ഇമേജ് വന്നു കഴിഞ്ഞാൽ തന്നെ എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെയാണ്. അതെനിക്ക് തോന്നി ഓസ്ട്രിയൻ എക്കണോമിക്സിന്റെ മൊത്തത്തിലുള്ള ഒരു ചാപ്പേടി, ഒരു ലേബലിങ്ങിന് അത് കാരണമായിട്ടുണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ ഇപ്പം ഈ ഹ്യൂമൻ ആക്ഷൻ ഏതാ, സോറി കേട്ടില്ല. അല്ല, അതിൽ ചാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുന്നത് പിന്നെ ആരും കേൾക്കില്ല. അതെ അതെ, അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, ഇവൻ ഡേറ്റ നോക്കാത്തവനാണെന്ന് പറഞ്ഞാൽ പോലും. അത് നമുക്ക് ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ ഓസ്ട്രിയൻ എക്കണോമിസ്റ്റുകൾ കേൾക്കുന്ന കാര്യമാണത്. അത് ഇന്ന് മാത്രമല്ല, അന്നും അങ്ങനെ തന്നെയായിരുന്നു കേട്ടുകൊണ്ടിരുന്നതായിരുന്നു. അപ്പം മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരെല്ലാം പറയുന്നത് അങ്ങനെയാണ്. അപ്പം പക്ഷെ ആക്ച്വലി എന്തുകൊണ്ട് ഡേറ്റ നോക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എക്കണോമിക്സിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഡേറ്റ നോക്കാൻ പറ്റില്ല? കാരണം മെഷർമെന്റ് എന്നുള്ള സാധനം പോസിബിൾ അല്ല. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മെഷർ ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അതിന്റെ റെഫറൻസിലാണെന്നുള്ളത് നമ്മൾ ഒരു മെഷർമെന്റ് എടുക്കുക. ഇപ്പൊ ഹ്യൂമൻ ആക്ഷൻ എന്ന് പറയുന്ന സംഭവം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റിയാക്റ്റീവ് അല്ലാത്ത, പർപ്പസ്ഫുൾ ആയിട്ടുള്ള, എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുള്ള, വിഷ്ണു പറഞ്ഞ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇല്ല. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അതിനെ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചില ആൾക്കാർ പറയാറുണ്ടല്ലോ, നമുക്ക് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ടെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ ഈ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഇല്ലാത്തത് കൊണ്ടല്ല മെഷർ ചെയ്യാൻ പറ്റാത്തത്. മെഷർ ചെയ്യാനായിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് മെഷർ ചെയ്യാൻ പറ്റാത്തത്. അത് ആ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കാത്തതാണ് പറയുന്നത്. എനിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെ കുറച്ചും കൂടെ നല്ല മനസ്സുള്ളവരും അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിയുള്ളവരുമായിട്ടുള്ള ആൾക്കാരാണ് ഗവൺമെന്റിൽ ഇരിക്കുന്നതെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഡേറ്റ എടുക്കാം, അങ്ങനെയുള്ള ഒരു വാദം ഉണ്ടല്ലോ. എങ്ങനെയെങ്കിലും ഈ ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ എടുക്കാനായിട്ടൊരു ഡേറ്റ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ? അപ്പൊ അതിനകത്ത് തന്നെ ചില എക്സാമ്പിൾസ് ഒക്കെ ഞാൻ വായിച്ചെന്ന് പറയുമ്പോൾ, ഞാനിപ്പോ ഒരു സാധനം ഒന്നിനേക്കാൾ മറ്റൊരു സാധനം പ്രിഫർ ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു പുസ്തകം വായിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത് പുറത്തു പോകുന്നതിനേക്കാൾ എന്നുള്ള സംഭവം എനിക്ക് പറയാൻ പറ്റില്ല. മാത്തമാറ്റിക്കൽ ഇക്വേഷനിലൂടെ എനിക്കത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നിനേക്കാൾ ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നു എന്നുള്ള മാതിരി മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.
അല്ലേ? അതാണ് എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല. അതാർക്ക് മെഷർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു സംഭവം വേണം. സോറി വിഷ്ണുവിന്റെ വോയിസ് അവിടെ ഒന്ന് ചെറുതായിട്ട് ബ്രേക്ക് ആയി. ഇപ്പൊ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞേ. അല്ല, നമ്മളിപ്പം നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ പുറത്തു പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സിനിമ കാണാനുള്ള ഓപ്ഷൻ. അപ്പം ഇത് രണ്ട് നമ്മൾ ഏതാണ് ചൂസ് ചെയ്യുന്നത്? നമ്മള് മനസ്സിലൊരു പ്രിഫറൻഷ്യൽ ഓർഡർ ഉണ്ടാവും. ആ ഓർഡറിനനുസരിച്ചാണ് നമ്മൾ ഇതാക്കുന്നത്. നമ്മളവിടെ ഏതാണ് നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് അതിനെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നമ്മൾ റാങ്ക് ചെയ്യും. അതിന് താഴെ വേറെ അടുത്ത പ്രിഫറൻസ്, അതിന് താഴെ അതിന്റെ അടുത്ത പ്രിഫറൻസ്, അങ്ങനെയാണ് നമ്മൾ റാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ പ്രിഫറൻസ് പറയുന്നത് ഓർഡിനറി ആയിട്ടുള്ള, അതായത് റാങ്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്തത്. അല്ലാതെ അതിനെ നമുക്ക് എന്താ പറയാ, ഇപ്പം ഞാൻ പുറത്തേക്ക് പോകുന്നു, വീട്ടിലിരുന്ന് സിനിമ കാണുന്നു, അതിന് രണ്ടിനെ എനിക്ക് എന്താ പറയാ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് എനിക്ക് വാല്യൂ കാണാൻ വേണ്ടി പറ്റില്ല. ഞാൻ വീട്ടിലിരുന്ന് സിനിമ കാണുന്നതാണ് എനിക്ക് 1.5 ടൈംസ് പുറത്തേക്ക് പോകുന്നതിനേക്കാളും ഇഷ്ടം. അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ അതിനെ ഓർഡർ ചെയ്യുന്നു. ഈവൻ നമ്മൾ എക്സ്ചേഞ്ചിലാണെങ്കിലും, ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്, അപ്പൊ എന്റെ കയ്യിൽ ഒരു 50,000 രൂപ ഉണ്ട്. അപ്പം എനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങണം, അല്ലെങ്കിൽ ഫോൺ വാങ്ങാം, അല്ലെങ്കിൽ വെക്കേഷന് പോവാം, അപ്പൊ ഈ പൈസ വെച്ചിട്ട്. അപ്പൊ ഞാൻ എന്റെ പ്രിഫറൻസ് ചിന്തിക്കുന്നത് ഏതാണ് എനിക്ക് ഏറ്റവും ആവശ്യം എന്നുള്ളത് നോക്കി അതിനാണ് ഞാൻ ഹയസ്റ്റ് ഓർഡറിൽ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഫോണാണ് 50,000 രൂപ വെച്ച് വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഫോണിനെ 50,000 രൂപേനെക്കാട്ടും മുകളിൽ വാല്യൂ കൽപ്പിക്കുന്നു. 50,000 രൂപ ഒക്കെ എനിക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ തീരെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ആ 50,000 രൂപയാണ് എനിക്ക് ലാപ്ടോപ്പിനെക്കാട്ടും വാല്യൂ ഉള്ളത്. അതേപോലെ തന്നെ ലാപ്ടോപ്പ് വാങ്ങിയിട്ട് ഞാൻ വെക്കേഷന് പോകുന്നുള്ളതാണെന്നുണ്ടെങ്കിൽ വെക്കേഷൻ അതിനേക്കാൾ താഴെയാണ് എന്റെ പ്രിഫറൻസ്. എന്റെ പ്രിഫറൻസ് ഫോണ് 50,000 രൂപ, പിന്നെ ലാപ്ടോപ്പ്, അതിന്റെ അടിയിൽ വെക്കേഷൻ. അങ്ങനെയാണ് എന്റെ പ്രിഫറൻസ് വരുന്നത് എന്നുള്ളത് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ. അല്ലാതെ ഓരോന്നിനും ഇത്ര മടങ്ങ് എനിക്ക് ഇത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇത്ര മടങ്ങ് ഇഷ്ടമല്ല, അങ്ങനെ ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ യൂട്ടിലിറ്റി തിയറി എന്ന് പറയും മെയിൻ സ്ട്രീം എക്കണോമിസ്റ്റുകൾ. അങ്ങനെ ആ യൂട്ടിലിറ്റി ആയിട്ട് അങ്ങനെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് രീതിയിൽ മെഷർ ചെയ്യുന്നതിന് ഒരുപാട് പരിമിതി ഉണ്ട്. കാരണം ഇത് കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതിന്റെ ബേസിക് ആയിട്ടുള്ളൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് മെയിൻ ആയിട്ട് ഔസ്റ്റൻസ് ഡാറ്റ എടുക്കില്ല, അല്ലെങ്കിൽ നമ്പേഴ്സിന്റെ ഔസ്റ്റൻസ് ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴും നമ്പേഴ്സ് ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ നല്ലതാണെന്ന് ഔസ്റ്റൻസ് പറയുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോ പേഴ്സണൽ ഫൈനാൻസിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു ഫേംസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനികളൊക്കെ അവരെ കോസ്റ്റും അല്ലെങ്കിൽ റവന്യൂ ഒക്കെ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അവര് ഡിസിഷൻസ് എടുക്കുന്നത്, അതൊക്കെ അവരവിടെ പല രീതിയിലുള്ള ഡാറ്റ അനാലിസിസും കാൽക്കുലേഷൻസ് ഒക്കെ ഉപയോഗിക്കും. അങ്ങനെ ഡാറ്റ ഉപയോഗിച്ച് അവര് കാൽക്കുലേറ്റഡ് ഗസ് എടുക്കുന്നതോ അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കുന്നതൊന്നും തെറ്റാണെന്നൊന്നും ഒരിക്കലും ഓസ്ട്രേലിയൻ എക്കണോമിക്സുകൾ പറയുന്നില്ല. ഇൻഫാക്ട് അത് നല്ല കാര്യമാണ്. ഏറ്റവും നല്ല രീതിയിൽ നല്ല മെത്തേഡ് ഏതാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അവർക്ക് മുന്നേറാൻ, അവർക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പല മെത്തേഡുകളിൽ ഒന്നായിട്ട് അവർക്ക് അതിനെ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. അത് അങ്ങനെ നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ പല രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. നമ്മുടെ വീട്ടിലുള്ള ബഡ്ജറ്റ് എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചെലവ് എത്രയാണ്, വരവ് എത്രയാണ്, ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇതിനൊക്കെ നമ്മൾ മാത്തമാറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യത്തിനൊന്നും ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒബ്സർവേഷൻസും ഡാറ്റയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് ഒരു തിയറി ആക്കി മാറ്റുമ്പോൾ, അങ്ങനെ അത് ഉപയോഗിച്ചിട്ട് ഒരു തിയറി ഉണ്ടാക്കുന്നതാണ് പ്രശ്നം എന്നുള്ളതാണ് ഓസ്ട്രേലിയൻ എക്കണോമിക്സ് പറയുന്നത്. കാരണം നമുക്കൊരു ഗൈഡിങ് തിയറി ഇല്ലാതെ നമുക്ക് ഡാറ്റയെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതെ, ഈ നേരത്തെ സംരംഭകരുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ അതിനകത്ത് തന്നെ സംരംഭകര് എന്ന് പറയുന്നത് ഈ ഓസ്ട്രിയൻ എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സംരംഭകർ. അവരെപ്പോഴും ശ്രമിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡേറ്റയാണ് നോക്കുന്നത്. മാർക്കറ്റിൽ ഇപ്പം ഏതെങ്കിലും ഒരു പ്രൈസ് അതിനേക്കാളും കുറച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനാണ് അവർ നോക്കുന്നത്. അപ്പൊ അവരും ആ പറഞ്ഞ പോലെ ഈ അനാലിസിസും കാര്യങ്ങളും ഒക്കെ നടത്തി അതിനനുസരിച്ചുകൊണ്ട് അവർ ശ്രമിക്കും, റിസ്ക് എടുക്കും. പക്ഷെ എല്ലാവരും എടുത്തത് വിജയിക്കണമെന്നില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ വിജയിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പ്രൈസ് കുറയും. അങ്ങനെയാണ് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. മാർക്കറ്റ് ഒരു പ്രോസസ് ആണ് എന്നാണല്ലോ ഓസ്ട്രിയൻ എക്കണോമിക്സിൽ പറയുന്നത്. ഇങ്ങനെ ആ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് പോവുക, ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുക. പക്ഷെ അത് ഒരിക്കലും അവിടെ എത്തില്ല. ഇങ്ങനെ വില കുറഞ്ഞും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം എപ്പോഴും ഓരോരുത്തരും ശ്രമിക്കുന്നത് അവരുടെ നില മെച്ചപ്പെടുത്താനാണ്. അപ്പൊ അതിങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുക എന്നുള്ളതാണ്. അതെ, പിന്നെ ഡാറ്റ ഉപയോഗിക്കുന്നതും ചെലവുള്ള കാര്യമാണ്. അവിടെ ഒരു ട്രേഡ് ഓഫ് ആണ് വരുന്നത്. നമുക്ക് ഒരു ചെറിയൊരു കടക്കാരനാണെന്നുണ്ടെങ്കിൽ വലിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളൊക്കെ ഹയർ ചെയ്തുകൊണ്ട് ഡാറ്റ വാങ്ങിയിട്ട് അവന്റെ പ്രൊഡക്റ്റിന് എത്ര പ്രൈസ് വെക്കാൻ വേണ്ടി പറ്റുന്നൊക്കെ ഉള്ളത് ഡാറ്റ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവന് അതിനുള്ള കോസ്റ്റ് അവന് കൂടുതലായിരിക്കും. അപ്പൊ അതിന് നല്ല അവന്റെ എക്സ്പീരിയൻസും ഇൻഡ്യൂഷൻസും വെച്ചിട്ടായിരിക്കും അവൻ ചിലപ്പോൾ അവന്റെ പ്രൊഡക്റ്റ് പ്രൈസ് ചെയ്യുന്നത്. പക്ഷെ വലിയ ഫേംസിലേക്ക് എത്തുമ്പോൾ അവർ കുറച്ചുകൂടി ഈ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടൂളൊക്കെ അവർക്ക് അഫോർഡബിൾ ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് വെറുതെ ഈ റാൻഡം ഗസ് എടുക്കുന്നതിനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള മോഡൽ ഈ ഡാറ്റ ഉപയോഗിക്കുന്നതായിരിക്കും തോന്നുന്നവരുണ്ടാവും. അപ്പൊ അവര്
സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ മെത്തഡുകൾ ഉപയോഗിക്കും. അല്ലാത്തവർ ഇങ്ങനത്തെ കാൽക്കുലേറ്റഡ് ഗസ്റ്റ് ഉപയോഗിക്കും. ഏതായാലും നമ്മൾ ഫോർകാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്, യാതൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ കോസ്റ്റും ബെനിഫിറ്റ്സും എല്ലാം കൂടെ നോക്കിയിട്ട് ഡാറ്റ ഉപയോഗിക്കണോ അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളത് ഓരോരോ ഫേംസും ഇൻഡിവിജ്വൽസും ആണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസോ ഫേംസോ അവരുടെ ഇതായിട്ടുള്ള കാൽക്കുലേറ്റഡ് ഗസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാകാൻ വേണ്ടി ഡാറ്റ അനലൈസ് ചെയ്യുകയും അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്നതിലൊന്നും പ്രശ്നമില്ല. പകരം പ്രശ്നം വരുന്നത് ഡാറ്റ ഒബ്സർവേഷൻ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് എക്കണോമിക്സിൽ തിയറി ഉണ്ടാക്കുന്നതും ആ തിയറി എവിടെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോഴാണ് അതിന്റെ പ്രശ്നം വരുന്നത്. എക്കണോമിക്സിൽ നമ്മൾ തിയറിയാണ് ആദ്യം വരുന്നത്. ആ തിയറിയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് നമ്മൾ എന്താണ് ഹിസ്റ്ററിയിൽ സംഭവിച്ചെന്നുള്ളതിനെ അനലൈസ് ചെയ്യുന്നത്. ഇതാണ് ഓസ്ട്രിയൻ എക്കണോമിക്സുകൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ഓസ്ട്രിയൻ എക്കണോമിക്സ് ഈ ഡാറ്റ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളൊരു വിചാരം ആളുകളുടെ മനസ്സിലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുമ്പോൾ ആൾക്കാർക്ക് ആർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും അത് മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി ഒരു സൈഡിലേക്ക് ഒരു ഹെറ്ററോഡോക്സ് ആയിട്ട് മാറി നിൽക്കുന്നത്. അല്ല, ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാരുണ്ട്, അതായത് അവര് സോഷ്യലിസ്റ്റുകളായിരിക്കും, അവര് കാൾ മാർക്സിനെയൊക്കെ ആരാധിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും, പക്ഷെ അത് പുറത്തു പറയാൻ പറ്റില്ല. അപ്പം അവരെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആൾക്കാരാണ് ഓസ്ട്രിയൻ എക്കണോമിസ്റ്റുകൾ. അപ്പൊ അവരെ എതിർക്കുന്നു. അപ്പൊ അവർ പറയും ഞങ്ങൾ മെയിൻ സ്ട്രീം പറയുന്ന ആൾക്കാരെ എടുക്കുന്നുള്ളതൊക്കെ. അവർ ഈ പറയുന്ന മെയിൻ സ്ട്രീം എന്ന് പറയുന്നതിനകത്ത് അതിനകത്ത് കെയ്ൻസും അല്ലെങ്കിൽ അവരുടെ വാദത്തോട് ചേർന്ന് നിൽക്കുന്ന മെയിൻ സ്ട്രീമുകളേ ഉള്ളൂ. അതിനകത്ത് അവര് മിൽട്ടൺ ഫ്രീഡ്മാനെയും തോമസ് ഓവലിനെയും ഒന്നും എടുക്കില്ല. അവർക്ക് മെയിൻ സ്ട്രീം എക്കണോമിസ്റ്റുകളല്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അവര് മെയിൻ സ്ട്രീം എന്ന് പറയുമ്പോൾ മാറ്റി നിർത്തും. അപ്പൊ ഈ മെയിൻ സ്ട്രീം എന്ന വാക്ക് ഉപയോഗിക്കുന്ന അതിനാണ്. അത് ഈ ഓസ്ട്രിയൻ എക്കണോമിസ്റ്റിനെ നമ്മളത് പറയുന്നതുകൊണ്ട് അതിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് പറയും. പക്ഷെ അതിനകത്തും അവരുടെ മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പരാജയപ്പെട്ട സോഷ്യലിസത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന എക്കണോമിസ്റ്റുകളാണ് അവരുടെ മെയിൻ സ്ട്രീം എക്കണോമിസ്റ്റുകൾ. ഫ്രീഡ്മാനൊക്കെ 100 വർഷത്തെ ഡാറ്റകളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് മണി സപ്ലൈയും ഇൻഫ്ലേഷനും തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്താലും അതൊന്നും ഈ കെയ്ൻഷ്യൻ എക്കണോമിക്സ് അല്ലെങ്കിൽ ഇവരൊന്നും എടുക്കില്ല. കാരണം അത് ഫ്രീഡ്മാൻ പറയുന്നത് ലിബർട്ടേറിയൻ വ്യൂ ആണ്. അത് ഗവൺമെന്റ് ഫ്രീഡ്മാൻ പറയുന്നത് ഡാറ്റ നോക്കിയിട്ട് അനലൈസ് ചെയ്തിട്ട് ഫ്രീഡ്മാൻ പറയുന്നതും ഗവൺമെന്റ് ലിമിറ്റ് ചെയ്യണം എന്നാണ്. വളരെ കുറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമേ ഗവൺമെന്റ് ഉണ്ടാകാൻ പാടുള്ളൂ, ബാക്കി എക്കണോമിനെ ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യാനേ പാടില്ല എന്നുള്ളതാണ് ഫ്രീഡ്മാൻ പറയുന്നത്. പക്ഷെ അത് ഡാറ്റ നോക്കി പറഞ്ഞാൽ അത് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഡാറ്റ നോക്കിയിട്ട് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ എത്ര ഡാറ്റ ഉണ്ടെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല. അതൊക്കെ നമ്മൾ കൺവീനിയന്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തിട്ട് നമുക്ക് വേണ്ടത് മാത്രം പ്രസന്റ് ചെയ്യുക. ഗവൺമെന്റ് ഇല്ലെങ്കിൽ ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, റിസഷനിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സ്പെൻഡിങ് ലെവൽ അവിടെ എക്കണോമിയിൽ ഉണ്ടായിരിക്കണം, ഒരു മിനിമം ലെവലിൽ ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്തായാലും റിസഷൻ വരും. അത് എത്ര ഡാറ്റ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല. ഗവൺമെന്റ് സ്പെൻഡിങ്ങിന് ഏതെങ്കിലും ഒരു ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം. അതാണ് ഈ മെയിൻ സ്ട്രീം എക്കണോമിസ്റ്റുകളിലൊക്കെ ബാധിക്കുന്ന ആൾക്കാർ സ്പെൻഡ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയിരിക്കണം. എന്നാൽ അതിനനുസരിച്ച് വീണ്ടും ഗ്രാൻഡും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ വിഷ്ണു, അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.